ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ജോയ് ആലുക്കാസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്, അതായത് ഹസ്ബൻഡ് പറഞ്ഞു ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരാമെന്ന്. എന്താണെന്നൊന്നും അറിയില്ല, കാണാം നമുക്ക്. ബാ. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇവിടെ ഡയമണ്ട് കളക്ഷൻസ് ആണ് ഉള്ളത്. കളക്ഷൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പരിചയമുള്ള മാനേജർ നവനീത് ഏട്ടനാണ് ഇവിടെ ഉള്ളത്. അപ്പം ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് എടുത്തു തന്നു. ആദ്യം റിംഗ് കളക്ഷനിലേക്കാണ് പോയത്. ഇപ്പോൾ ധാരാളം റിങ്സ് ഉണ്ട്, ധാരാളം കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്ത് കൂടുതലായിട്ട് റിംഗ് ഫിംഗർ ലൗട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റിങ് എനിക്ക് നല്ല ലൂസായിരുന്നു, അത് ഭയങ്കര വലിപ്പുള്ള റിംഗ് ആയിരുന്നു. സോ സെക്കൻഡ് വേറൊരു റിങ് കാണിച്ചു തന്നു അവർ. അപ്പോൾ അത് ഓക്കെ, ഒരു റൗണ്ട് ഡിസൈനിൽ അതും ഭയങ്കര ലൂസായിരുന്നു എനിക്ക്. അപ്പോൾ അതും വേണ്ട, മാറ്റി വെച്ചു. തേർഡ് വേറൊരു ടൈപ്പ് റിങ് കാണിച്ചു തന്നു. അതെനിക്ക് സൈസ് മാച്ച് ആയിരുന്നു, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു നടുക്കൊരു റൗണ്ട് ഡിസൈൻ വന്നിട്ട് അവിടെ ഫുൾ ഡയമണ്ട്സ് ആയിരുന്നു. അതും അങ്ങ് മാറ്റി വെച്ചു. പിന്നെ വേറൊരു റിങ് നവനീതേട്ടൻ്റെ അടുത്ത് തന്നു. അപ്പോൾ അത് 8 നമ്പറിൽ 8 പോലെ തോന്നും നമുക്ക് കണ്ടാൽ. അതിൽ 8 മൊത്തം ഡയമണ്ട് പതിപ്പിച്ച റിങ് ആയിരുന്നു. എനിക്ക് പിന്നെ ഈ കൈയുടെ ബോൺ കുറച്ച് വലിപ്പം ഉണ്ടായതുകൊണ്ട് കയറ്റാൻ കുറച്ച് പണിയായിരുന്നു. പക്ഷെ കയറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് ലൂസായിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് അതുകൊണ്ട് എന്തോ ഇഷ്ടം തോന്നിയാൽ മാറ്റി വെച്ചു അത്. പിന്നെ അടുത്തായിട്ട് വേറെ റിങ്ങും അവർ തന്നു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ സൈസ് 12 ആണെന്ന്. അപ്പോൾ അതെനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കൂടുതലായിട്ടും 8ലേക്കായിരുന്നു ഒരു കണ്ണ്. അപ്പം നവനീതേട്ടന് പറഞ്ഞു ഈ ഡിസൈൻ നല്ല രസമുണ്ട്, 8 വന്നിട്ട് അതിൽ ഡയമണ്ട് പതിപ്പിച്ചിട്ട്. അപ്പോൾ അത് നോക്കുമെന്ന് പറഞ്ഞു എന്നോട്. എന്താണെന്നറിയില്ല, എനിക്കെന്തോ എൻ്റെ ലക്കി നമ്പർ 8 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അതിലൊരു കണ്ണുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു അതെടുത്താലോ എന്ന്. അപ്പോൾ ഒന്നുകൂടെ ആ ഡിസൈൻ തന്നെ ഞാൻ നോക്കി. വീണ്ടും വേറൊന്ന് കാണിച്ചു അവരൊരു ഗ്രീൻ സ്റ്റോൺ പതിപ്പിച്ച റിങ്. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും ഞാൻ 8 തന്നെ പിടിച്ചു. അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു നല്ലതുണ്ട്, റിങ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അപ്പം അത് ഫിക്സ് ചെയ്തു. നമുക്കിപ്പോൾ ഒരു കളക്ഷൻ കണ്ടാലോ. ഇത് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻസ് ആണ്, നെക്ലേസ് ആണ്. അപ്പോൾ ഇത് 18 ക്യാരറ്റിലും ഉണ്ട്, 22 ക്യാരറ്റിലും ഉണ്ട്. ഇവിടെ ധാരാളം കളക്ഷൻസ് ഉണ്ട്. അപ്പം നവനീതേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ബ്രൈഡ് ആയാലോ, ഒരു 75 lakh വർത്ത് വരുന്ന ഒരു ബ്രൈഡൽ സെറ്റ് ഞാനിപ്പോൾ ഇടാൻ പോവാണ്. ഇത് ഫസ്റ്റ് ഒരു വലിയ ലോങ് നെക്ലേസ് ഇട്ടു, ഭയങ്കര ഹെവി വെയിറ്റ് ആയിരുന്നു അത്. സോ ഒരു ബ്രൈഡ് ആവാൻ ഞാൻ തീരുമാനിച്ചു. അതായത് തെലങ്കാനയിലൊക്കെ കൂടുതലായിട്ട് ഡയമണ്ട് ആണ് പോകുന്നത് ബ്രൈഡൽ ഈ കല്യാണത്തിനൊക്കെ. നമ്മുടെ നാട്ടിൽ സ്വർണ്ണല്ലേ, ഇവിടെ ഡയമണ്ട്സ് ആണ്. അപ്പോൾ എനിക്കൊരു സാരി തന്നു, കാരണം ഇതിൽ ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഡ്രസ്സിൽ ഞാൻ ഇടുമ്പോൾ. അപ്പോൾ ഒരു ചുട്ടിയും കൂടെ കിട്ടി. ഇതൊക്കെ ഒരു സെറ്റാട്ടോ, ഒരു സെറ്റായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ വീണ്ടും ഞാൻ കമ്മലും എനിക്ക് തന്നു അവർ. അപ്പോൾ ഒരു 75 lakh വർത്ത് ഉണ്ട് ഇത്. ഇത് കണ്ടാലൊരു 2 മാല, ഒരു ചുട്ടി, ഒരു കമ്മൽ. പക്ഷെ അത്രയും ഡയമണ്ട്സ്, അത്രയും പ്രഷ്യസ് സ്റ്റോൺസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങനെ എൻ്റെ മോതിരത്തിന് ഡെലിവറി ആയി. അപ്പോൾ അതിൽ 8 തന്നെയായിരുന്നു ഞാൻ പിടിച്ചത്. അപ്പോൾ 8 തന്നെ എനിക്ക് കിട്ടി. നിങ്ങൾ ഹൈദരാബാദ് എയർസ്ട്രാ നഗർ വരുന്നുണ്ടെങ്കിൽ നവനീത് എന്ന് പറഞ്ഞ മാനേജറെ കണ്ടാൽ മതി. ചേട്ടൻ നമുക്ക് നല്ല ഡിസ്കൗണ്ടും പണിക്കൂലിയും ഒക്കെ കുറച്ച് തരും. അപ്പോൾ ഓക്കെ, അങ്ങനെ ഡെലിവറി ചെയ്തു.